പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 24 മുതൽ 26 വരെ തിരുവചനങ്ങൾ. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം. ഏതൊരു യാത്രയ്ക്കും ഭംഗി നൽകുന്നത് ആരെങ്കിലുമൊക്കെ നമ്മുടെ തിരിച്ചുവരവ് കാത്തിരിക്കുന്നു എന്നറിയുമ്പോഴാണ്. കാത്തിരിക്കുവാൻ ആരും ഇല്ലാതിരിക്കെ യാത്ര വെറുമൊരു നേരം പോക്കായി തോന്നും. ഇന്ന് തിരുവചനത്തിലൂടെ ഈശോ നമ്മളെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. കർത്താവിന് വേണ്ടി, അവിടുന്ന് നമുക്ക് തരാനിരിക്കുന്ന രക്ഷയ്ക്കു വേണ്ടി ശാന്തമായി കാത്തിരിക്കുവാൻ. നമ്മളും ജീവിതത്തിൽ വർഷങ്ങളോളം കാത്തിരിക്കുന്ന ചില കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ പതിയെ പതിയെ നമ്മുടെ ഉള്ളിലെ പ്രത്യാശ അസ്തമിക്കും. പിന്നെ ശാന്തമായി കാത്തിരിക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ പല ചോദ്യങ്ങളും നമ്മുടെ ഉള്ളിലും ഉയരും. നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊരു നന്മയും നമുക്ക് തരുവാൻ കർത്താവ് നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് അവിടുന്ന് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി എല്ലാം പരിപൂർണമായി ചെയ്തു തരും എന്നുള്ള പ്രത്യാശ നമ്മളിലും ഉണ്ടാകട്ടെ. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെയും കാത്തിരിപ്പിനെ നമുക്ക് സമർപ്പിക്കാം. കാല സമ്പൂർണത അനുസരിച്ച് എല്ലാം നന്മയാക്കി മാറ്റുന്ന ഈശോയുടെ അരികിൽ നമ്മുടെ ജീവിതത്തെ അതിൻ്റെ കുറവുകളോടുകൂടെ നമുക്ക് കൊടുക്കാം. കുടുംബത്തെയും ജീവിത സാഹചര്യങ്ങളെയും ഈശോയ്ക്ക് പൂർണ്ണമായി കൈമാറാം. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് എന്നും നല്ലവനാണ്. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.